ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മാവളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയും കാര്യങ്ങളും ഒക്കെയാണ്. തൊഴിലുറപ്പുണ്ട്. തിങ്കളാഴ്ച തൊട്ട് തൊഴിലുറപ്പ് കഴിയും കേട്ടോ. പക്ഷെ മഴയാ കാര്യമാണെന്ന് പറഞ്ഞാലും 4 ദിവസം എനിക്ക് ഈ പ്രാവശ്യം തൊഴിലുറപ്പിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഉള്ള ദിവസം പോകണമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നോ മഴയാണെങ്കിലും എന്നാ കാറ്റാണെങ്കിലും തണുപ്പാണെങ്കിലും അവിടെ ചെന്ന് അവരുടെ കൂടെ കൂടി കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റാം. പണിയൊക്കെ പിന്നെ ഒരു കാര്യം ഞാൻ ഇന്ന് ശ്രദ്ധിച്ചേ, ഇപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയമാണേ. ഞാൻ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചത് എന്നാണെന്നറിയോ? ഇന്നലെ ഞാൻ ആ മല കയറിപ്പോയപ്പം ഇവിടുന്ന് ഞാൻ ഇച്ചിരി ലേറ്റായി. എന്നിട്ട് എനിക്ക് നിന്ന് കയറി പോകാൻ ഇതായിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയേ. അങ്ങ് വരെ സ്റ്റേജുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോയി. പെട്ടെന്ന് അങ്ങ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണിതപ്പോഴാണേലും ഇന്നാണേലും ഇന്നലെ ആണെങ്കിലും പണിതപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ അത്രയ്ക്കങ്ങ് മടുക്കത്തില്ല. ചൂടാണെങ്കിൽ നമ്മൾ വിയർത്ത് ഭയങ്കരമായിട്ട് മടുത്ത് ക്ഷീണിച്ച് ഒന്ന് ഇരുന്നാൽ മതി. വെട്ടിക്കഴിയുമ്പോൾ എവിടെയെങ്കിലും അങ്ങ് പടഞ്ഞിട്ടിരിക്കും. പക്ഷേ ഈ മഴയാട്ടോ പണിയാനൊക്കെ സുഖം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ചക്കയൊക്കെ ആളിഞ്ഞ് പുളിഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അറപ്പാണ്. അയ്യോ, ചക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ അത് കിടക്കുന്നത് ഇങ്ങനെ അളിഞ്ഞ് പൂളിഞ്ഞ് എന്നാ പറയുന്നത്, പണ്ടൊക്കെ പന്നിക്കൂടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല, പന്നിയെ വളർത്തുന്നത്. അതിനകത്തെ സ്മെല്ലാട്ടോ. അയ്യോ, അത് സഹിക്കാൻ പറ്റത്തില്ല. ഈ പോകുന്ന വഴിക്കുണ്ട്. അപ്പം എന്നാ പറച്ചിൽ പറഞ്ഞാലും, എന്നാ ചൂടായതാ, എന്നാ കാറ്റാ, മഴയാ, തണുപ്പാന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ തൊഴിലുറപ്പിന് പോകുന്നത്. ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. അമ്മാമ്മയായിക്കോട്ടെ, എല്ലാവരും ആരും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല രസമാണ് ചെല്ലുന്ന അത്ര സമയമേ. അതുകൊണ്ട് ഇന്ന് പക്ഷെ മഴയായിരുന്നുകൊണ്ട് എനിക്ക് വലിയ മടുപ്പ് തോന്നിയില്ല വെട്ടിങ്ങിനും. ഇപ്പം അളവ് കൂടുതലാണേ, പക്ഷേ എന്നാലും എനിക്ക് അത്ര മടുപ്പ് തോന്നിയില്ല. അപ്പം ഞാൻ ഇപ്പുറത്ത് വന്നിരുന്നപ്പം വേറൊരു ചേച്ചി പറയായിരുന്നു, മഴയാണ് നമുക്ക് പണി ചെയ്യാൻ സുഖം, മടുപ്പില്ലാത്തത്. ശരിയാട്ടോ, ഭയങ്കര ആ ചൂടത്തൊക്കെ പോയി കിടന്നു. അയ്യോ, എന്നാ പൊടിയായിരുന്നു. നമ്മൾ ലേഖ എന്ന് പറഞ്ഞ ചേച്ചിയുടെ പറമ്പിലൊക്കെ പോണപ്പോഴത്തേക്ക് ചെവിയും കണ്ണും മൂക്കുമെല്ലാം പൊടി കയറി അടഞ്ഞ് അതേപോലെ പൊടിയായിരുന്നു. കാറ്റും പിന്നെ വെയിലും കൂടെ ആയപ്പോഴത്തേക്കേ എന്താ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. അന്നൊക്കെ അത് ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം അത്രയും ഒരു വലിയ പാടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴിയെ ചക്ക അളിഞ്ഞളിഞ്ഞ് കിടക്കുന്ന പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളുണ്ടല്ലോ സാധാ ആൾക്കാരാണ്, സാധായ നമ്മൾ എന്നാ പറയുന്നത്, ഈ ജാടയും പോച്ചൊക്കെ ഉള്ളന്നേ അല്ലതൊന്നുമില്ല, ഒന്നുമില്ല. അല്ലത് എന്താ പറയുന്നത്, ഇച്ചിരി ഒരു ശകലം ജാടയും ഒരു ഇച്ചിരി പുകച്ചോ അതൊക്കെ ഉള്ളു കേട്ടോ. അല്ലാണ്ടൊന്നുമില്ല. ഈ ചില കമൻസ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് ഒരു വിഷമം തോന്നുവേ. ഇപ്പം നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും നമുക്കൊരു ഗിഫ്റ്റ് തരുന്നത് അല്ലേ. എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന്, എനിക്ക് അമ്മൂരും ഗിഫ്റ്റ് തരുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. അർഹതയുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അവരെ രക്ഷിക്കുക, ഇവരെ രക്ഷിക്കുക എന്ന് വേണ്ട അങ്ങനെ കുറേ കമൻസ് വരെ ഇപ്പം അധികം വരാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഓർമ്മ വന്നിട്ടുണ്ടേ. ആ വള കിട്ടിയതിനാണ് തോന്നുന്നു അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. ഈ അർഹതപ്പെട്ടവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ തരുന്ന ഇപ്പം എനിക്ക് തന്നെ ആ മക്കൾക്ക് അറിയാം ആർക്ക് ചെയ്യണം, എന്ത് ചെയ്യണം. അവർ അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള പിള്ളേരല്ലേ. അപ്പോൾ അവർ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരിപ്പം അർഹതപ്പെട്ടെന്ന് വെച്ചാൽ ഞാനൊരു അനാഥയായിട്ടോ അല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലാതായിട്ടോ തരുന്നതല്ല. അവരവരുടെ മാതാപിതാക്കളെ, അവരുടെ പേരൻസിനെ എങ്ങനെ കാണുന്നോ അതേപോലെ കണ്ടിട്ട് തരുന്നതാണ് കേട്ടോ. പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾക്കൊക്കെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഇതൊരു ഭയങ്കര എന്നാ പറയുന്നത്, എടോ കൊടുത്താലേ കിട്ടത്തുള്ളൂ. നമുക്ക് ഈ കൂലിപ്പണി ചെയ്ത് ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 350 രൂപ കിട്ടുന്നെങ്കിൽ അതിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് കിട്ടൂടോ എവിടെന്നെങ്കിലുമൊക്കെ. തന്നെ പോലൊക്കെ ഉള്ളവർക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ടായി ഈ ഇറിറ്റേഷൻ വരുന്നതെന്ന് മനസ്സിലാവും കേട്ടോ. എന്നാ ചെയ്യാൻ, ചിലത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആ മോളോട് പറയാം, എന്താ സിദ്ധമ്മയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ലേ, ഇതുങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് സ്വന്തം മക്കൾ പോലും ഒന്നും കൊടുക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ സ്നേഹിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ് കമൻറ്റ് ഇടുന്നവർ സ്വന്തം അമ്മയ്ക്കും അപ്പനും പോലും ഒന്നും കൊടുക്കുന്നവരായിരിക്കുമല്ലോ സിന്ധുമ്മേ. അതുകൊണ്ടാണ് സിന്ധുമ്മ എന്തിനായി ടെൻഷനാവുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരു കുഞ്ഞുപകാരമാണല്ലോ ആർക്കെങ്കിലും ചെയ്താൽ അത് നമുക്ക് തിരിച്ചതിന് 4 ഇരട്ടിയായിട്ട് കിട്ടും എന്നുള്ളതിൻ്റെ
ഒരു ഭയങ്കര ഇതാണ് എൻ്റെ ജീവിതം കേട്ടോ. ഞാൻ എല്ലാ മനുഷ്യർക്കും ഇപ്പം തൊഴിലുറപ്പിലൊക്കെ ആണെങ്കിലും എന്നാ പറയുന്നത്, ഒരു മുട്ടായി ആണെങ്കിലും എനിക്ക് എല്ലാവർക്കും മേടിച്ചു കൊടുക്കാൻ ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അതിന് പറയേണ്ടത് എനിക്കതില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് എല്ലാവർക്കും സ്നേഹവും കാര്യവും നമുക്ക് തരാനൊരു മനസ്സും നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടും. കൊടുത്താൽ കൊല്ലത്തെ കിട്ടുമെന്ന് താൻ കേട്ടിട്ടില്ലേ? അതുകൊണ്ടൊക്കെ താനും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ തനിക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ എന്നാ പറയുന്നേ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടും കാര്യങ്ങളായിട്ടിരിക്കുക. ചിലരൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയെ നല്ല ക്യൂട്ട് വിളയാണ്, സിനിമയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇഷ്ടമായി, അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. നമ്മൾ ആരോടും ഒന്നും ചോദിച്ചു വാങ്ങിക്കുന്നതല്ല, ദൈവമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വഴി കൊണ്ട് തരും. അതിന് നമ്മളെ ക്രൂശിക്കാനായിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്, അവരോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ പോകുന്നുണ്ടല്ലോ തൊഴിലുറപ്പില്, ചന്ദ്രനി പോകുന്ന പറയാം, കോട്ടൊക്കെ ഇട്ട് ചെവിയെല്ലാം മൂടി കെട്ടി പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് അടച്ചു കെട്ടി, എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ സൗണ്ടും കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ചെവിക്കൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് നല്ല അധ്വാനിച്ച് എൻ്റെ കൈയൊക്കെ കണ്ട നിങ്ങൾക്ക് ശരിക്കും സഹതാപവും സങ്കടവും തോന്നും. ഹൃദയമുള്ളവർക്കാണ് അതേപോലെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതേപോലെ കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത് ഞാനാണെങ്കിലും ചേട്ടായാണേലും അതേപോലെ കഷ്ടപ്പെട്ടാൽ. പക്ഷേ നമുക്ക് ഇപ്പം ഇന്ന് നിസ്സാരം ഞാൻ ഫുഡ് കഴിച്ചാൽ കൂട്ടിയാണെന്നറിയോ, ഇച്ചിരി ഉണക്കമ്മയും ചേർത്ത് ഇച്ചിരി അച്ചാറും. നമ്മൾ 5 ഭാഗം ഇഞ്ചി കറി എന്തായാലും എന്തായിട്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനെ ഒന്നും വേണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സാധാ ഒരു വീട്ടിലെ ഒരു ഇതാണ് ഞങ്ങള്. പിന്നെ ആരെങ്കിലും വരുമൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ ആകുന്ന വിധം അവരെ എന്തേരം സന്തോഷിപ്പിക്കാവോ, എന്തേരം സ്നേഹം കൊടുക്കാവോ, എന്തേരം കെയർ ചെയ്യാവോ, എന്തേരം ഉണ്ടാക്കി കൊടുക്കാവോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും ചേട്ടായി കേട്ടോ. അത് ഇന്ന് യൂട്യൂബ് ഉള്ളതുകൊണ്ടോ വീഡിയോ ഉള്ളതുകൊണ്ടോ അല്ലെ വീഡിയോയ്ക്ക് കണ്ടന്റ് ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളായിക്കോട്ടെ, ആങ്ങളയുടെ മക്കളായിക്കോട്ടെ, ചേട്ടായുടെ വീട്ടിലെ ചേട്ടായുടെ കൂടപ്പുറപ്പുള്ള മക്കളായിക്കോട്ടെ, എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാ? നമ്മൾ സ്നേഹം കൊടുക്കും, വയറ് നിറച്ച് ഫുഡും കൊടുക്കും. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു വഴി നമുക്ക് ഒരുക്കി വെക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ഇതേപോലെ നമ്മൾ കഷ്ടപ്പെട്ട് പണി ചെയ്ത് ജീവിക്കുന്ന കണ്ടാലും ചിലർക്കൊരു കുശുമ്പിൻ്റെ പുറത്ത് ഇങ്ങനെ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയട്ടെ അല്ലേ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇങ്ങനെ ഞാൻ ഉടുക്കുന്നതാണ്. അത് ഇന്ന് ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ അമ്മാമ്മയുടെ ജസ്റ്റേജ് ഉണ്ടല്ലോ, ഇന്നലെ നല്ല ഇറക്കമുണ്ട് ജസ്റ്റേജിന് ഈ പ്ലാസ്റ്റിക്കിന്. എൻ്റെ ഒന്നും അത്രയില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഇന്ന് ഞാൻ ചെന്നൊരു ചേച്ചി ഇവിടുന്ന് ചേച്ചി ഈ പ്ലാസ്റ്റിക് വാങ്ങിച്ചത് നല്ല ഇറക്കമുണ്ടല്ലോ തോന്നുന്നു. എടി വെച്ചാൽ അത് ഇതിൻ്റെ മണ്ടയുണ്ടല്ലോ ഇവിടെ അങ്ങോട്ട് വെട്ടിക്കളയണമെന്ന്. വെട്ടിക്കളഞ്ഞിട്ട് പറ്റുമെങ്കിൽ വേണം മെഷീനെ ഒന്ന് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മടക്കി വെച്ചിട്ട് തലയിൽ കൂടെ ഇറക്കി ഇട്ടാൽ മതി, ഇടി അന്നേരം കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ. അത് ചെയ്യാൻ പോയി ഇങ്ങനെ ഒന്ന്, അന്നേരം നമുക്ക് ഇറക്കം കിട്ടും, അധികം നനയത്തുമില്ല. അങ്ങനെ പിന്നെ ഇത് താഴ്വശത്ത് എടുത്തതാണ് നൈറ്റിട്ട് താഴ്ഭാഗം ഒക്കെ നനയാതിരിക്കാൻ വേണ്ടി. പിന്നെ കോട്ടിടുന്ന ചേട്ടാൻ മേടിച്ചിട്ട് വന്ന് ഇച്ചിരി ഇറക്കം കുറഞ്ഞ കോട്ടായി പോയി. അതുകൊണ്ടാണ് ഇത് ഇടേണ്ടി വരുന്നത്. എന്തായാലും ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കട്ടെ, കയറി പോകുന്നതിന് മുമ്പേ സെറ്റാക്കട്ടെ എല്ലാം അല്ലേ. മഴയൊക്കെ നനയാതെ ശരിക്കും മഴയത്ത് പോക്ക് തെന്നിത്തെറിച്ച് കിടക്കുന്നവർക്ക് പോക്ക് പാടുകൊണ്ടേ. ഇന്നലെ ഞാൻ പോയിട്ടുണ്ടല്ലോ അവിടെ സുജാത ചേച്ചിയൊക്കെ വീടിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേനും ഒരൊറ്റ വീഴ്ചയെ ഭാഗ്യത്തിന് ഈ കൈ കുത്തിയുള്ളൂ, നടുവും കാലും ഒന്നും ഇടിച്ചില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു വശത്തോട്ടായിപ്പോയി. അപ്പോഴത്തേനും ഈ കൈ ഇങ്ങനെ കുത്തി, ഏതെല്ലാം തിട്ടെ കുത്തിയത് കൊണ്ട് നന്നായി ഭയങ്കര തെറ്റല്ലാന്നേ. പായലും ഇതെല്ലാം പിടിച്ച് കിടക്കുക. ഒരു നിമിഷം മതി നമ്മളൊന്ന് വീണ് നമുക്ക് എന്തെങ്കിലും പറ്റാനും കാര്യങ്ങളൊക്കെ. അതേപോലെ മഴയും തെന്നിത്തെറിച്ചെടുക്കുക. അങ്ങനെയുള്ളടത്ത് പോയി പണി ചെയ്തിട്ട് വന്ന് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് ഉള്ള കമൻറ്റൊക്കെ ഒന്ന് സന്തോഷപ്പെടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും ചങ്കോട്ട് ഇതുകൊണ്ട് ഒരു വിഷമം തോന്നും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അർഹതപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു അനാഥയായിട്ടോ അല്ലെങ്കിൽ എനിക്ക് മക്കളില്ലാഞ്ഞിട്ടോ ഭർത്താവില്ലാഞ്ഞിട്ടോ കൂടപ്പുറപ്പില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല തന്നത്. അവരുടെ പേരൻസിനെ പോലെ എന്നെയും ചേട്ടാനെയും സ്വന്തം ഒരു അച്ഛനും അമ്മയും പോലൊക്കെ കണ്ടിട്ടാ ഈ 4 തവണ വരണമെങ്കിൽ നമ്മൾ അത്രയും സ്നേഹത്തോടെ അവരോട് ഇടപെട്ടിട്ടല്ലേ. അതുകൊണ്ട് താങ്കൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട, വിഷമിക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇവനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുക്കട്ടെ. കോട്ടൊക്കെ ഇടുന്നതുകൊണ്ട് ഷർട്ടൊന്നും നനയല്ല കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ട് ഇടുന്നതുകൊണ്ടേ ഷർട്ടൊന്നും നനയത്തില്ല. അതുകൊണ്ട് ഞാൻ ഷർട്ടൊന്നും ഊരിയില്ല. വന്നിട്ട് എന്നാൽ പെട്ടെന്ന് ഇച്ചിരി ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നുണ്ട്. ഈ അമ്മുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി താളം തെറ്റി. പിന്നെ തൊഴിലുറപ്പിന് ഈ മഴയത്ത് പോയി ഇരിക്കുമ്പോൾ അല്ലേ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യും. കുക്കമ്പറും ഒന്നും കഴിച്ചിട്ട് പോയാൽ പറ്റത്തില്ല. മഴക്കാലത്ത് വിശപ്പ് കൂടുതലാണ്. ഇടുക്കിക്കാർക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴക്കാലത്ത് ഭയങ്കര വിശപ്പാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കൈകാലം കഴുകിയിട്ട് കയറിയതേ ഉള്ളൂ.
അപ്പോൾ പോയി കിച്ചണിൽ പോയി പെട്ടെന്ന് അതൊക്കെ ചെയ്തിട്ട് 2 കറക്റ്റ് അവിടെ ചെന്നിരിക്കണം. ഈ മല കയറി ചെല്ലണം. ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കുന്നത്. പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ടേ, അതിനകത്ത് ഇട്ട് കൊടുക്കട്ടെ. ഉണക്കമീനാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. പൊട്ടിക്കറിക്കുന്നുണ്ടല്ലോ. അപ്പം പൊട്ടിക്കറിക്കാൻ ഇങ്ങനെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. പക്ഷേ ഇന്ന് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടില്ല. അതെന്നാന്നറിയോ, ഉണക്കമീൻ കൊണ്ട് മഞ്ഞപ്പൊടി ഇടാൻ ഇനി വറുത്ത് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അല്ല എൻ്റെ ചട്ട ഇത്ര വലിയ ചട്ട കൊണ്ടത് ഇതുണ്ടല്ലോ, ഈ എണ്ണ തൂക്കുന്നത് ഇത് എങ്ങാണ്ടാ തോന്നുന്നു. ഈ സരമ കൊണ്ട് ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തൂക്കൊണ്ടിരുന്നതാണേ. പക്ഷെ ഞാനിപ്പോൾ മീൻ പറിച്ചിടാൻ, ഉണക്കമീൻ പറിച്ചിടാനും മത്തി പറിച്ചിടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുക. ചട്ടൂരില്ലേ, ചട്ടയിലൊന്നും പറ്റിയിട്ടില്ല. കഴിക്കുക അന്നേരം കയറി ഓടണമെന്നേ, സമയമില്ല. പിന്നെ ഇതെല്ലാം ഊരി കഴിഞ്ഞാൽ പിന്നെ സമയം ഇതാവും. അതുകൊണ്ട് ഞാൻ ഇതാക്കിയില്ല. ചോറൊന്ന് നോക്കട്ടെ. ചോറ് കുത്തിരി ഇടാവുന്നത് പെട്ടെന്ന് ചീത്തയായി പോകും. അതാ ഒരു പ്രശ്നം. നല്ല കുത്തിരി മനുഷ്യർ വന്നേക്കുന്നത്, പക്ഷെ പെട്ടെന്ന് ചീത്തയോ വേറാവുന്നു. ഇച്ചിരി തീ കുറച്ചോട്ടെ, അല്ലേ അവളോട്ടൊക്കെ തിളച്ചിയാണ്. അതൊന്നും എനിക്കിഷ്ടമില്ലാത്ത പരിപാടി. ഈ കലത്തിൻ്റെ പുറത്താകുന്നത് എനിക്കിഷ്ടമില്ല. തിളച്ച് അവിടെ ചാടി ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ല. ഒരു ലേശം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ മോൾ ഭാഗം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അപ്പം ഇവിടെയും തുറക്കാം, ഇവിടെയും തുറക്കാം. അപ്പം ഇനി തലവഴി ഇട്ടിട്ട് മൊത്തം സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ ചന്ദ്രനി പോകുന്നതോട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് അത്രയ്ക്കും ഇതിലാണ് ഇരിക്കുന്നത്. ശരിക്കും ചില മനുഷ്യർക്കുണ്ടല്ലോ, ഇപ്പം ഇച്ചിരി പെട്ടെന്ന് ഇച്ചിരി സാമ്പത്തികമാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു ജോലി ചെയ്ത് പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ വേറെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ പണി കിട്ടിയാൽ പോകാൻ മടിയാ. അയ്യോ ഞാനൊക്കെ അങ്ങനെ പോകും, ഞാൻ ഇന്ന ഓണൊക്കെ കറങ്ങുന്ന കസാര ഇരുന്ന് ജോലി ചെയ്ത ആളല്ലേ എന്നൊക്കെ ഉള്ളൊരു എന്നാ പറയുക അപകർഷതാബോധം. എന്നെ സംബന്ധിച്ച് ഞാൻ ഏത് പണിക്കും കഷ്ടപ്പെടാൻ എനിക്കൊരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ല എന്നാ പറയുന്നത്, ഒരടുക്കളപ്പണിക്കോ ഏത് പണിക്കോ അതിൻ്റെതായ അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന് കണക്കാക്കുന്ന സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എന്തൊക്കെ ഇത് വന്നു പറഞ്ഞാലും ആരോഗ്യം, കൈക്കും കാലിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോടും ഒന്നും മേടിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, ഞാൻ അങ്ങനെ ഇങ്ങനെ ആരോടും ഒരു സാധനം മേടിക്കാറില്ല. പണ്ട് മുതലാണെങ്കിലും ഒറ്റപ്പെട്ട് ജീവിച്ചപ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാന്നുള്ളതൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. പിന്നെ ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ദൈവമേ എനിക്കിങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നേരത്തെയൊക്കെ വെച്ചാൽ വല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടെ പുറപ്പോളോ അല്ലെ അത്ര സ്നേഹബന്ധമുള്ളവരൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആരും എനിക്ക് ഗിഫ്റ്റ് തരുമോ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ഒരു 3 വർഷം കഴിഞ്ഞല്ലേ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും നാൾ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഓരോ ഗിഫ്റ്റുകളും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ലടോ, ഈ എന്നാ പറഞ്ഞ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞ ആ കമൻ്റ് ഇട്ട ആൾക്കുള്ള മറുപടി കേട്ടോ ഇത്. അത് എനിക്ക് മാത്രമല്ല, താങ്കൾ എൻ്റെ വീഡിയോ മാത്രമേ ഇനി കാണുന്നുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. താങ്കൾ പല യൂട്യൂബേഴ്സിൻ്റെയും ചാനൽ, ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ചാനലുകളൊന്നും കണ്ടു നോക്കുക. ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇതൊന്നുമല്ല, ഇതിൻ്റെ 4 ഇരട്ടി കിട്ടുന്നുള്ളൂ ചാനലുകാരെ എനിക്കറിയാം. പക്ഷേ ഒരു പരിധി വരെ ചിലരൊന്നും ഇത് കാണിക്കത്തില്ല. ആദ്യമൊക്കെ കാണിക്കാതെ പിന്നെ കാണിക്കത്തില്ല. പക്ഷെ എനിക്കൊരു മുട്ടുസൂചി ആണെങ്കിലും കിട്ടിയാൽ അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതെല്ലാം വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത്. അതാണോ താങ്കൾക്ക് ഒരു പ്രശ്നമായതെന്ന് ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കും, എൻ്റെ കൂടപ്പുറപ്പുകളെ കാണിക്കും. അതൊക്കെ എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചിലരെങ്ങനെയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, കാണിക്കില്ല. ചിലർ പോട്ടെ അറിയണ്ടെന്നുള്ളത്. ചിലർ ഗിഫ്റ്റ് തന്നിട്ട് പറയുന്നവരുണ്ട്, ഞങ്ങളുടെ പേരൊന്നും പറയണ്ട, ഞങ്ങളെ തന്നേന്ന് പറയണ്ട, ഇത് സിന്ധുവ മേടിച്ചാന്ന് പറഞ്ഞു എന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം നേരെ തിരിച്ച് സത്യമായിട്ട് ഇന്ന ആൾ തന്നതാണ്, അല്ലെ ആളുടെ പേര് പറയല്ലേ, ഇങ്ങനെ ഒരു മോള് തന്നതാണ്, ഇങ്ങനെ ഒരു മോൻ തന്നതാന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലോട്ട് കാണിക്കും. അതാണോ പ്രശ്നം? അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് അങ്ങനെ അതെന്താ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ എടുത്തു പറയാണ്, ഞാൻ അനാഥയായിട്ടോ, എന്നോട് ഈ തന്ന മോളാണ് ഇങ്ങനെ പറയണമെന്ന് വീഡിയോയ്ക്ക് അത് പറയണമെന്നുണ്ട്. അനാഥയായിട്ടോ ഒന്നും തന്നതല്ല, അമ്മയും അപ്പനോടുള്ള സ്നേഹം മക്കൾക്ക് അതിൻ്റെ ഒരു കുഞ്ഞു സമ്മാനമാണ്. ഇനിയും ഞാൻ തരും. അവർക്ക് ഈ പറഞ്ഞവർക്ക് ഇച്ചിരി അങ്ങോട്ട് കുരു പൊട്ടട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ.
അപ്പൊ എന്തായാലും ഞാൻ ഇവനെ ഇത് ഉടുത്ത് സെറ്റ് ആകട്ടെ. അതുകൊണ്ട് കാരണം നമ്മൾ എത്ര വലിയ പൊസിഷനിൽ ഒരു പണി കിട്ടി, എത്ര തലപ്പത്തിരുന്നാലും പറഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ഒരു നിമിഷം മതി ആ പണിയൊക്കെ പോകാനും ഒക്കെ. നമ്മുടെ ഈ ജീവന് ഒരു സെക്കൻഡ് സമയത്തിന് ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. അങ്ങനെയുള്ള നമ്മൾ ഈഗോയും കാര്യങ്ങളും ഒന്നും വെച്ചോണ്ടിരിക്കാതെ ഏതൊരു പണിയാണെങ്കിലും ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരോട് വലിയ തന്നെ ഇതുള്ളത്. അതുകൊണ്ട് ഒന്നും ഇല്ലാണ്ട് കുത്തിയിരുന്ന് ചൊറി കുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ആ മോളിൽ നിന്ന് കമൻറ്റ് കണ്ടിട്ട് സിനിമയിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞു, എന്നിട്ട് ബ്ലോക്ക് ആക്കി കളഞ്ഞു, ബ്ലോക്ക് ആക്കി പോയി. അവരുടെ ഒക്കെ ഒരു സൂക്കേടെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞത് കേട്ടോ. ഞാനല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയാറുണ്ട് നെഗറ്റീവ് പിന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാതെ നിൽക്കരുത് സിനിമയിൽ. ഇപ്പം നമുക്ക് ചാനൽ നെഗറ്റീവ് ഇല്ല, അപൂർവം ഒന്നോ രണ്ടോ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. എന്തേലൊക്കെ പറയട്ടെ അല്ലേ. എത്ര ആനകൾ വഴിയെ നടന്നു പോകുമ്പോൾ പട്ടി കുറയ്ക്കും, ആന തിരിഞ്ഞെങ്കിലും നോക്കുമോ? ഇല്ലല്ലേ. അപ്പോൾ അതേപോലെ അത്രയും ഒരു വിലയും ഞാൻ ഇതിനൊക്കെ കൽപ്പിക്കുന്നുള്ളൂ. ആ മോള് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇടും. പിന്നെ എന്നിട്ട് ഇവിടെ ഇട്ട് കെട്ടി വെക്കും അറിയാതിരിക്കാണ്ട്. എന്നിട്ടാണ് കിടച്ചിട്ട് തുമ്പ വെച്ചിട്ട് വെട്ടുകള വിട്ടത്. ഈ ചെവിക്കകത്തോട്ടെ ഇതിന് സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥതയാവുക. പക്ഷെ എന്നാ ചെയ്യാനാ, നമുക്ക് മഴയിൽ നിന്നൊക്കെ രക്ഷയുണ്ടേ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന. ഇനി ഒരു തോർത്തും കൂടെ ഉണ്ട് കേട്ടോ. അത് തലക്കിട്ടിട്ടായി പ്ലാസ്റ്റിക് ഇടുന്നേ. ഇത് കണ്ടോണേ, എന്റെ യൂണിഫോം. ഇനി എന്റെ ഷൂ എടുത്ത് കൈ ഉണങ്ങി കൊണ്ട് വെച്ചേക്കുവാ. ഷൂ ഇടും, സോക്സ് ഇടും. ഇത്രയും പ്ലാസ്റ്റിക് ഒക്കെ പൊതിഞ്ഞൊക്കെയാണ് ഞങ്ങളൊക്കെ പണിയാൻ പോകുന്നത്. ഈ എന്നാ പറഞ്ഞേ, പറമ്പിൽ പണിയുന്നവരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, കാറ്റും വെള്ളവും അളിഞ്ഞു പൊഞ്ഞു കിടക്കുന്ന വഴിയും ഒക്കെ ആയിട്ട് മരങ്ങൾ ഒടിഞ്ഞു വീണു എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കാൻ പറ്റുമോ മഴയത്തൊക്കെ. അങ്ങനെയെല്ലാം ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ കൂലിപ്പണിക്കാരും കേട്ടോ, ഓരോ കർഷകരും കേട്ടോ, സത്യം പറഞ്ഞാൽ ഓരോ തൊഴിലാളികളും. ഈ കറങ്ങുന്ന കസേരയിലോ അല്ലെ 4 നേരം കാരണവന്മാര് കൊണ്ടുത്തരുന്നത് വെട്ടി വീക്കി തിന്നിട്ട് ഇരുന്ന് കവരെടുത്ത മാതിരി എളുപ്പമുള്ള പരിപാടി അല്ല മക്കളെ ഇതൊന്നും. ശരിക്കും കഷ്ടപ്പാടുണ്ട്, ശരിക്കും പാടുണ്ട്. എന്തൊരു പണിക്കാണല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണം. ആരുടെ മുമ്പിൽ ഒന്നിനും കൈനീട്ടാതെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരെ എന്തൊരു പണിക്കും തയ്യാറാവും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ ഇങ്ങനെ ചില കീടങ്ങൾ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്നെ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. എൻ്റെ ഒരു 14 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയാണ്. ഇന്നും അത് അതേപടി തുടർന്നുകൊണ്ട് പോകുന്നുള്ളൂ, അല്ലാണ്ട് ഒരു മാറ്റവും ഇല്ല. നമ്മളങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് കയറി കിടക്കാൻ ഒരു വീടാണെങ്കിലും നമുക്ക് ഒരു വണ്ടിയാണെങ്കിലും ഓരോ സാധനങ്ങളും എന്നെ വന്ന് നല്ലൊരു ഡ്രസ്സാണെങ്കിലും നല്ലൊരു ആഹാരമാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അതൊന്നും കണ്ട് കണ്ണി കടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്തെങ്കിലും കിട്ടുന്ന പണിക്കൊക്കെ പോയി ജീവിക്കുക കേട്ടോ. ജീവിച്ചാൽ മാത്രം പോരാ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം എന്തായാലും എന്നെ പോകാൻ സമയമില്ല. അവിടെ വാവിനോട് സോറി പറയാണ്. എന്തായാലും ഞാൻ പോയി ബാക്കി ഉച്ച കഴിഞ്ഞിട്ട് പരിപാടികളും കൂടി ചെയ്തിട്ട് വരട്ടെ. ഞാൻ അവിടെ നോക്കി നിൽക്കും. 1:45 മൂളി ചെല്ലണം, കയറി പോകണ്ടേ. അപ്പം എന്തായാലും പോയിട്ട് വരട്ടെ. ഇനി ഷൂ സോക്സ് കൂടെ ഉണ്ടേ, അപ്പം സമയം പോവും. അപ്പം പോയിട്ടൊക്കെ വരാം. ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവരുടെ ഒന്ന് ഇടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.